ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കണ്ണ് എങ്ങനെ ഭംഗിയായി വരക്കാം എന്നാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യമായി കണ്ണിൻ്റെ അനാട്ടമി നമുക്കൊന്ന് പരിശോധിക്കാം. ഐ സോക്കറ്റ്, ബ്രോ റിഡ്ജ്, ഐബ്രോ, ഐലിഡ്സ്, ഐ ലാഷസ്, ഐ ഡക്റ്റ്, ഐബാൾ. പിന്നെ ഐബാളിനകത്ത് കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, സ്ക്ലേറ, ഇത്രയും ഭാഗങ്ങളാണ് ഒരു ചിത്രകാരൻ എന്ന നിലയിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. തലയോട്ടിയുടെ മുൻവശത്ത് കണ്ണിൻ്റെ സ്ഥാനത്തായുള്ള 2 കുഴികളാണ് ഐ സോക്കറ്റ്. ഇതിനകത്തായിട്ടാണ് കണ്ണ്, ഐബോൾ കിടക്കുന്നത്. കുഴിഞ്ഞ ഭാഗം എന്നതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു ഡാർക്ക് ഷാഡോ ഏരിയ ആയിരിക്കും കണ്ണിൻ്റെ ഭാഗം. ഐ സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് നെറ്റിയെ വേർതിരിക്കുന്ന വരമ്പ് പോലെ പൊങ്ങിയ ഭാഗമാണ് ബ്രോ റിഡ്ജ്. ഇതിന് മുകളിലായിട്ടാണ് ഐബ്രോ വരുന്നത്. നെറ്റിയിൽ നിന്നും പൊങ്ങി നിൽക്കുന്ന ഭാഗമായതിനാൽ തന്നെ ഐബ്രോവിൻ്റെ താഴോട്ടിറങ്ങി വരുന്ന അവസാന ഭാഗത്തിന് തൊട്ടു താഴെയുള്ള സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം ഒരു ഹൈലൈറ്റ് ഏരിയ ആയിരിക്കും. കണ്ണിനു മുകളിൽ വില്ല് പോലെ വളഞ്ഞു കിടക്കുന്ന രോമത്തിൻ്റെ ഒരു കൂട്ടമാണ് ഐബ്രോ. ആദ്യ ഭാഗത്ത് സ്ലോപ്പിൽ പതുക്കെ ഉയർന്ന് 2/3 ഭാഗം കഴിയുന്നതോടെ കുത്തനെ താഴോട്ട് വരുന്ന രീതിയിലാണ് അതിൻ്റെ കിടപ്പ്. ഇനി രോമങ്ങളുടെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത് കുത്തനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലാണെങ്കിൽ അവസാന ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് ചെരിഞ്ഞ് ഒടുവിൽ നേരെ താഴോട്ട് നോക്കുന്ന രീതിയിലായിരിക്കും. ഐബ്രോവിൻ്റെ മുകളിലോട്ടുയരുന്ന ആദ്യ ഭാഗം തടിച്ചതും താഴോട്ടിറങ്ങുന്ന അവസാന ഭാഗം നേർത്തതും ആയിരിക്കും. കണ്ണിനെ മൂടി സംരക്ഷിച്ചു നിൽക്കുന്ന നേർത്ത ചർമ്മത്തിൻ്റെ 2 മടക്കുകളാണ് കൺപോളകൾ, ഐലിഡ്സ്. 3 പ്ലെയിനുകൾ അഥവാ പ്രതലങ്ങൾ ചേർന്ന ഒരു റൂഫിൻ്റെ ഷേപ്പിലാണ് മുകളിലത്തെ കൺപോളയെങ്കിൽ 2 പ്ലെയിനുകൾ ചേർന്ന ഒരു റൈറ്റ് മാർക്കിൻ്റെ ഷേപ്പിലാണ് താഴത്തെ കൺപോള. കൺപോളകൾക്ക് ഒരു തിക്നെസ് ഉള്ളതുകൊണ്ട് അവയുടെ ഉൾഭാഗത്തെ വക്കുകൾ വ്യക്തമായി കാണാൻ സാധിക്കും. പ്രകാശം നന്നായി പതിയുന്ന താഴത്തെ കൺപോളയുടെ വക്ക് ഹൈലൈറ്റ് ഏരിയ ആയിരിക്കും. എന്നാൽ പ്രകാശം അത്ര പതിക്കാത്ത മുകളിലെ കൺപോളയുടെ വക്ക് ഷാഡോ ആയിരിക്കും. കൺപോളകളുടെ പീക്ക്, അതായത് മുകളിലെ കൺപോളയുടെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴത്തെ കൺപോളയുടെ ഏറ്റവും താഴ്ന്ന ഭാഗവും നേരെ താഴെയും മുകളിലുമായിട്ടല്ല, സിമെട്രിക്കൽ ആയിട്ട് അല്ല വരുന്നത്, ഒരു ആംഗിളിലാണ്. അതുപോലെ കോർണറുകളിലേക്കോ മുകളിലേക്കോ ഒക്കെ നോക്കുന്ന സമയത്ത് പൊങ്ങി നിൽക്കുന്ന കോർണിയ കൺപോളകളെ പുഷ് ചെയ്യുന്നതിനാൽ അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നു. കൺപോളകളുടെ വക്കിലായിട്ടാണ് കൺപീലികൾ, ഐ ലാഷസ് കാണുന്നത്. ഈ കൺപീലികൾ ഓരോന്നും വേറെ വേറെയായിട്ടല്ല, ഗ്രൂപ്പായി കൂടിച്ചേർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. കണ്ണിൻ്റെ ഉൾഭാഗത്തെ കോർണറിൽ കാണുന്ന ഒരു കുനിപ്പ് പോലെയുള്ള ഭാഗമാണ് ഐ ഡക്റ്റ്. യഥാർത്ഥത്തിൽ ഇത് കണ്ണുനീർ കണ്ണിൽ നിന്നും മൂക്കിലേക്ക് ഡ്രെയിൻ ചെയ്തു പോകാനുള്ള ഒരു നാളിയാണ്. കണ്ണിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അതിന് നേരെ ആയിട്ടല്ല, താഴെ ആയിട്ടായിരിക്കും ഐ ഡക്റ്റ് വരുന്നത്. ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ബാൾ പോലെ ഉരുണ്ട ആകൃതിയിലുള്ളതാണ് ഐബാൾ. ഉള്ളിയുടെ തോല് പോലെ ഐബാളിനകത്ത് ലെയറായി പല ഭാഗങ്ങളും ഉണ്ട്. ഐബാളിൻ്റെ മുൻവശത്ത് ഏറ്റവും മുകളിലായി ഒരു കുമിള പോലെ ഉയർന്നു കിടക്കുന്ന സുതാര്യമായ മിനുമിനുത്ത ഭാഗമാണ് കോർണിയ. കണ്ണിനകത്ത് കാണുന്ന തിളങ്ങുന്ന ഹൈലൈറ്റ് പ്രകാശം കോർണിയയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. സുതാര്യമായതിനാൽ കോർണിയയുടെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കോർണിയയുടെ പിറകിൽ ദ്രാവകം നിറഞ്ഞ ഒരു ലിക്വിഡ് ചേംബറാണ്. അതിനും പിറകിലായിട്ടാണ് ഐറിസ് വരുന്നത്. കണ്ണിനകത്ത് കാണുന്ന ഡാർക്ക് സർക്കിളാണിത്. കുഞ്ഞു കുഞ്ഞു പേശികളുടെയും രക്തക്കുഴലുകളുടെയും ഒരു കൂട്ടം തന്നെയാണ് ഐറിസ്. ഐറിസ് ബ്രൗൺ, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെ പല വർണ്ണങ്ങളിൽ കാണാം. ഐറിസിൻ്റെ മധ്യഭാഗം
ഒരു ഓപ്പണിംഗ് ആണ്, ഒരു ദ്വാരമാണ്. ഇതാണ് പ്യൂപ്പിൾ. ഇതിലൂടെയാണ് റെറ്റിനയിലേക്ക് പ്രകാശം പതിക്കുന്നത്. ഇത് ക്യാമറയുടെ അപ്പാച്ചർ പോലെയാണ്. ഐറിസ് ആകട്ടെ ഡയഫ്രം പോലെയും. സങ്കോച വികാസങ്ങളിലൂടെ നടുവിലുള്ള പ്യൂപ്പിൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്തുകൊണ്ട് ഐറിസ് ആണ് റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശം ക്രമീകരിക്കുന്നത്. കോർണിയ ഉയർന്ന് പൊങ്ങി കോൺവെക്സ് ഷേപ്പിലാണെങ്കിൽ പിറകിലുള്ള ഐറിസ് ഫ്ലാറ്റ് ആണ്. കണ്ണിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് പലരും തെറ്റായി പ്യൂപ്പിൾ കോർണിയയിൽ വരക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്യൂപ്പിൾ വരുന്നത് പിറകിലെ ഫ്ലാറ്റായിട്ടുള്ള ഐറിസിലാണ്. അതുപോലെ നേരെ നോക്കുന്ന സമയത്ത് മാത്രമാണ് ഐറിസ് വൃത്താകൃതിയിൽ കാണാൻ സാധിക്കുന്നത്. വശങ്ങളിലേക്കോ മുകളിലേക്കോ താഴോട്ടോ ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഐറിസ് കാണപ്പെടുന്നത് ഓവൽ ഷേപ്പിലാണ്. അവസാനമായി സ്ക്ലേറ. കണ്ണിൽ ഐറിസിൻ്റെ രണ്ടു ഭാഗത്തുമായി കാണുന്ന വെള്ളയാണ് സ്ക്ലേറ. ഇത് യഥാർത്ഥത്തിൽ കോർണിയയുടെ തുടർച്ച തന്നെയാണ്. കോർണിയയുടെ തുടർച്ചയായി ഐബാളിനെ പൊതിഞ്ഞ് പിറകുവശം വരെ നീണ്ടുകിടക്കുന്നതാണ് സ്ക്ലേറ. കണ്ണിലെ ഈ വെളുപ്പ് ഭാഗം എല്ലാ ഭാഗത്തും ഒരേ വെളുപ്പിൽ ഒരേ വൈറ്റ് ടോണിൽ അല്ല കാണപ്പെടുന്നത്. കണ്ണിൻ്റെ വെള്ളനിറം കോർണറുകളിലേക്ക് എത്തുമ്പോൾ ഒരു ഷാഡോ ടോണിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കാണുക. പൊതുവെ കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റിയും അവയുടെ രൂപങ്ങളെപ്പറ്റിയും പറഞ്ഞെങ്കിലും ഓരോ മനുഷ്യൻ്റെ കണ്ണും മറ്റൊരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കണ്ണിൻ്റെ കൃഷ്ണമണി, കൺപോളകൾ, കൺപീലികൾ, പുരികം ഇവയെല്ലാം വലുപ്പത്തിലും രൂപത്തിലും നിറത്തിലും വ്യത്യസ്തമായി കാണാറുണ്ട്. കണ്ണുകളിൽ പ്രായത്തിനനുസരിച്ചും വ്യത്യാസം കാണാം. ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണ് തലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പം കൂടുതലായിരിക്കും. വലിയ വിടർന്ന കണ്ണുകൾ, കൺപോളകളുടെ മടക്കുകൾ വളരെ സ്മൂത്ത് കർവായിരിക്കും. പുരികങ്ങൾ അത്ര ഡെവലപ്പായിട്ടുണ്ടാവില്ല, നേർത്ത കട്ടി കുറഞ്ഞ രോമങ്ങളായിരിക്കും. ഇനി വയസ്സായ ഒരാളുടെ കണ്ണുകൾ വളരെ ഇടുങ്ങിയതായിരിക്കും. തൊലിയിൽ ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണാം. കൺപോളകളിലും പ്രത്യേകിച്ച് കൺകോണുകളിലും. മുഖത്തെ പേശികൾ ദുർബലമാകുന്നതിനാൽ താഴത്തെ കൺപോളകൾ തൂങ്ങി നിൽക്കുന്നതായി കാണാം. അതുപോലെ സ്ത്രീകളുടെ കണ്ണുകൾ വടിവത്തതും മനോഹരവുമായിരിക്കും. കൺപുരികങ്ങൾ പുരുഷന്മാരുടെ പുരികത്തേക്കാൾ വില്ലുപോലെ ഉയർന്ന് വളഞ്ഞതും നേർത്തതുമായിരിക്കും.